വരുന്ന ജൂലൈ 28 ചൊവ്വ കന്നിരാശിയിലേക്ക് രാശി മാറുന്നു. ഈ രാശി മാറ്റത്തോടുകൂടി ജ്യോതിഷപരമായി അശുഭകരമായ ഒരു യോഗത്തിന് അറുതിയും വരുന്നു. അതാണ് കാളസർപ്പയോഗം. എന്താണ് ഈ കാളസർപ്പയോഗം? ഒരു ഗ്രഹനിലയിൽ 12 കളങ്ങളാണല്ലോ ഉള്ളത്. ഈ 12 കളങ്ങളിൽ പല കളങ്ങളിലായി നവഗ്രഹങ്ങൾ സഞ്ചരിക്കുകയും ചെയ്യുന്നു. എന്നാൽ കാളസർപ്പം എന്ന അപൂർവമായ ഈ പ്രതിഭാസത്തിൽ രാഹുകേതുക്കളുടെ ഏതെങ്കിലും ഒരു വശത്തായി മറ്റെല്ലാ ഗ്രഹങ്ങളും നിലകൊള്ളുന്നു. ഫലത്തിൽ 5 കളങ്ങൾ ശൂന്യമായി ഗ്രഹങ്ങൾ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ വരുന്നു. ജ്യോതിഷപരമായി മറ്റ് ഗ്രഹങ്ങൾ എല്ലാം രാഹുകേതുക്കളുടെ ബന്ധനത്തിൽ അകപ്പെട്ട പോലെയുള്ള ഒരു അവസ്ഥ. ഈ അവസ്ഥ പൊതുവെ അശുഭം ആകുന്നു. 3-4 മാസങ്ങളായി ഈ ഒരു അവസ്ഥയിലാണ് നവഗ്രഹങ്ങളുടെ സഞ്ചാരം. എന്നാൽ ജൂലൈ 28 ചൊവ്വ അഥവാ കുജൻ ചിങ്ങരാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് രാശി മാറുമ്പോൾ ഈ കാളസർപ്പയോഗം തീരുന്നു. നിലവിൽ ചൊവ്വ കേതുവുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു. അത് ചില രാശിക്കാർക്ക് വളരെയധികം ദോഷത്തെ നൽകി വരുന്നു. ഈ രാശിമാറ്റവും കാളസർപ്പയോഗത്തിൽ നിന്നുള്ള മോചനവും ഇനി പറയുന്ന 4 രാശിക്കാർക്കും അതിലെ നക്ഷത്രജാതർക്കും നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദോഷങ്ങളിൽ നിന്നും മോചനം നൽകുകയും ഗുണാനുഭവങ്ങൾ, ഭാഗ്യം, നേട്ടം എന്നിവയെ നൽകുകയും ചെയ്യുന്നു. അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മേടക്കൂർ, പുണർദം കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കിടകക്കൂർ, വിശാഖം കാൽ, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന വൃശ്ചികക്കൂർ, ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മകരക്കൂർ എന്നീ 4 രാശിക്കാർക്കാണ് ചൊവ്വയുടെ രാശിമാറ്റത്താലും അതേ തുടർന്നുള്ള കാളസർപ്പയോഗത്തിൻ്റെ അവസാനത്താലും നിലവിലെ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ഭാഗ്യാനുഭവം കൈവരുകയും ചെയ്യുന്ന രാശിക്കാർ. നന്ദി, നമസ്കാരം.